കോക്രോച്ച് ജനതാ പാർട്ടി CJP പാർട്ട പാർട്ടിയാണ് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡിങ് ആയി നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു, സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നു. വലിയ രീതിയിൽ തന്നെ അതിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സായി അംഗത്വം എടുത്തവർ തന്നെ 1 കോടിക്കടുത്ത് വരുമെന്നൊക്കെയാണ് പുതിയതായി പുറത്തു വരുന്ന വാർത്ത. അങ്ങനെ നോക്കുമ്പോൾ ഈ പാർട്ടി എങ്ങനെ രൂപപ്പെട്ടു ഇത്ര പെട്ടെന്ന്? വെബ്സൈറ്റ് ഉണ്ട്, മാനിഫെസ്റ്റോ ഉണ്ട്, ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, എല്ലാം തന്നെ ഇതിൽ കൂടെ ലഭ്യമാകുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്തും എഴുതിയിടാം, അതിലൊക്കെ ആളുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചിലപ്പോൾ വേണ്ടി വന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറായി വന്നേക്കാം. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് 1 കോടിയിൽ പരം ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ തക്ക പരുവത്തിലേക്ക് കോക്രോച്ച് പാർട്ടി അഥവാ പാർട്ട പാർട്ടി എങ്ങനെ വന്നു എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. കഥ തുടങ്ങുന്നത് മെയ് 13-ന് നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്നതുപോലെ തന്നെ യുവജനങ്ങൾ തെരുവിലിറങ്ങണം എന്നൊരു ആഹ്വാനമായിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെ സുപ്രീം കോടതി ജഡ്ജി സൂര്യകാന്തിന്റെ ഒരു പരാമർശം, ആ പരാമർശത്തെ പിടിച്ചുകൊണ്ട് കോട്ട് ചെയ്തുകൊണ്ട് അതിനെ ഒരു പ്രൊപ്പഗൻഡയാക്കി മാറ്റിക്കൊണ്ട് മെയ് 16-ന്, അതായത് കേജ്രിവാൾ 13-ന് പറയുന്നു, മെയ് 16-ന് കോക്രോച്ച് പാർട്ടി നിലവിൽ വരുന്നു. അതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട്, രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, മാനിഫെസ്റ്റോ ഉണ്ട്, ID കാർഡ് ഉണ്ട്, പാർട്ടി ഗാനം പോലും ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എല്ലാം റെഡിയാകുന്നു, സെറ്റാകുന്നു. നിഷ്പക്ഷമായ പാർട്ടിയാണ്, നിഷ്പക്ഷമായ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്, മടിയന്മാർക്കും അലസന്മാർക്കും തൊഴിലില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ്. വളരെ രസകരമായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും രസകരമല്ലാത്ത അനവധി കാര്യങ്ങളും അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഏതായാലും ഇനി ആ പാർട്ടി സ്ഥാപകനിലേക്ക് നമുക്ക് വരാം. അഭിജിത്ത് ദീപ്കെ എന്നാണ് ഈ പാർട്ടി സ്ഥാപകന്റെ പേര്. ഈ അഭിജിത്ത് ദീപ്കെ തപ്പിപ്പോയപ്പോഴാണ് നമുക്ക് കേജ്രിവാളിനെയും അതിന്റെ ലിങ്കും ഒക്കെ നമുക്ക് ലഭ്യമായത്. 2024 അമേരിക്കയിലേക്ക് പഠിക്കാനായി പോയി. ജേർണലിസം വിദ്യാർത്ഥി കൂടിയാണ്, PG ഉള്ള ആളാണ് അദ്ദേഹം. അവിടെ പഠിക്കാനായി പോകുന്നു. പിന്നീട് ഇപ്പോൾ ജോലി അന്വേഷിക്കുകയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് പ്രൊഫൈലിൽ സാധിക്കുന്നത്. പക്ഷേ ഈ വീണ്ടും അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് സിസോദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊരു ഫോട്ടോ ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് താൻ മരണം വരെയും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുമെന്ന്. അതുകൂടാതെ 2020 മുതൽ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ നിയന്ത്രിച്ചിരുന്നതും ഈ പറയുന്ന അഭിജിത്ത് ദീപ്കയായിരുന്നു. അപ്പോൾ ഈ പാർട്ട പാർട്ടിയുടെ പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതായത് നാട്ടിലെ ജൻസികളെ ഇളക്കി വിട്ടൊരു കലാപത്തിന് ശ്രമിക്കുക, അതിലൂടെ ആം ആദ്മിക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കുക. ആ ലക്ഷ്യത്തോടെ കൂടി ആം ആദ്മി പാർട്ടി രഹസ്യമായി അണിയറയിൽ തയ്യാറാക്കി നിർത്തിയ ഒന്നായിരുന്നു ഈ കോക്രോച്ച് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഈ പാർട്ടിക്ക് മുൻപോട്ട് വരാനും എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എത്താനും ഒപ്പം തന്നെ ഈ ഗാനങ്ങൾ ഉൾപ്പെടെ പുറത്തിറക്കാനും കഴിയും. കാരണം ഇതിനൊക്കെ വലിയ സാമ്പത്തിക ചെലവ് ആവശ്യമാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെപ്പോലെ പോസ്റ്റ് ഇട്ട് മെഴുകേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.